ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് സ്കോഡ് എന്ന ഒരു വീഡിയോ റിലീസായിട്ടുണ്ട്. നമ്മുടെ നാച്ചുറൽ സ്കോഡ് അസറഫ്. അപ്പം സ്കോഡിൻ്റെ അരുണിൻ്റെ ഒരു വീഡിയോ ഒന്ന് ഞാൻ കണ്ടു. അപ്പം ഇപ്പോൾ പുള്ളി രാവിലെ ഇട്ടതേ ഉള്ളൂ. അപ്പം ഞാൻ പുള്ളിയുടെ ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കാരണം അറിയണമല്ലോ നമ്മളെ പറ്റിയിട്ട് എന്തെങ്കിലും വീഡിയോസ്. ഇപ്പം വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് നമ്മളെ സബ്സ്ക്രൈബർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് കമൻറ്റിൽ ഒന്ന് പറയും. അപ്പം അങ്ങനെയും കാണുന്നുണ്ട്. ഇൻ കേസ് ഞാൻ നോട്ടിഫിക്കേഷൻ കാണാതെ പോയാൽ ഇപ്പോൾ കമൻറ്റുകളിലൊക്കെ കാണുന്ന ആ ഒരു ഇതിൽ വെച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട് നമുക്കെതിരെ വീഡിയോ വരുന്നുണ്ടെന്നൊക്കെ. അപ്പം എല്ലായിടത്തും കാണുമല്ലോ ഓരോ ചാരന്മാർ. അപ്പം എൻ്റെ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ഇടുന്ന ആൾക്കാർ തന്നെ അരുണിൻ്റെ വീഡിയോയുടെ താഴെയും പോയി കമൻറ്റ് ഇടുന്നുണ്ട്. അതുപോലെ മറ്റു പല ആൾക്കാരെ വീഡിയോയിൽ പോയി കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം ഓക്കെ, അപ്പം സ്കോഡിനുള്ളൊരു റിപ്ലൈ ആണ്. ആ റിപ്ലൈക്ക് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം നമ്മൾ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോമ്പിന് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. എന്നോട് ചോദിച്ചാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അതിൻ്റെ ഇത് വർക്കൗട്ട് റൊട്ടീൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളി ചോദിച്ചതാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞുതരാം. നോമ്പ് ടൈമിൽ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. നോമ്പ് മുറിച്ചിട്ട് നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ബോഡിക്ക് കൊടുക്കുക. അപ്പം പറ്റുമെങ്കിൽ ഡെയിലി ചിക്കൻ കൊടുക്കാൻ ശ്രമിക്കുക. ഒരു 500 ഗ്രാം ചിക്കനെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇപ്പം മസിലൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നോർമൽ ഫിറ്റ്നസ് ആണെങ്കിൽ കുഴപ്പമില്ല. ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ 1/2 കിലോ ഏത്തപ്പഴം അതുപോലെ 1/2 കിലോ ചിക്കൻ ഡെയിലി ബോഡിക്ക് നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് ഡെയിലി കൊടുക്കുക. അവർ ആ മസിൽ മാസ് നഷ്ടപ്പെടാതിരിക്കാം. അപ്പം ഇത് നോമ്പ് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലോണം വെള്ളം കുടിക്കുക. ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ബോഡിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് വർക്കൗട്ടിൻ്റെ ഇടവേളകളിലും അല്ലെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് മാക്സിമം നിങ്ങൾ ബോഡിക്ക് വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കുക. കാരണം ബോഡി വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേറ്റ് ആവും. അപ്പം അത് വെള്ളം കൊടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം നല്ല എനർജിയും അതുപോലെ നിങ്ങൾക്ക് വർക്കൗട്ട് ടൈമിലൊക്കെ നല്ല എനർജിയും ടയേർഡ് ആവത്തുമില്ല. പിറ്റേന്ന് നിങ്ങൾക്ക് ജിമ്മിൽ പോകാനുള്ളൊരു മൂഡും ഒരു ഇതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ബോഡി ടയേർഡായി കഴിഞ്ഞാൽ ജിമ്മിൽ പോകാൻ നമുക്ക് തോന്നത്തില്ല. നോമ്പ് ടൈമിൽ ഞാൻ സാധാരണ റെഗുലർ ഡേയ്സൊക്കെ ഞാൻ 2 വർക്കൗട്ടാണ് ചെയ്യാറ്. ഇപ്പം വീക്കിലി 2 പാർട്സിനാണ് ഞാൻ കളിക്കുന്നത്. ഇപ്പം തിങ്കൾ തൊട്ട് ശനി വരെ എടുക്കുകയാണെങ്കിൽ എനിക്ക് വീക്കിലി 2 ടൈം ഒരു മസിൽ ഗ്രൂപ്പിനെ ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മസിൽ ഗ്രോത്തും അതുപോലെ കുറച്ച് മസിലിനൊക്കെ കുറച്ച് ടെൻഷനും അതുപോലെ നല്ല പമ്പും കുറച്ച് ഗ്രോത്തൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ വീക്കിലി രണ്ട് നേരം കളിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള ഫുഡും പ്രോട്ടീനും നിങ്ങൾ ബോഡിക്ക് കൊടുക്കണം. ഇതൊന്നും കൊടുക്കാതെ വെറുതെ നിങ്ങൾ 2 പാർട്സിന് ഡെയിലി കളിക്കാൻ ശ്രമിക്കരുത്. വർക്കൗട്ട് ചെയ്യരുത്. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവും. അപ്പം ബോഡിക്ക് നല്ല വിറ്റാമിൻസും മിനറൽസും അതുപോലെ നല്ല ഫുഡും, ഇപ്പം പറ്റുമെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ, ഇപ്പം ഫുഡിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുന്നില്ല, സപ്ലിമെന്റ്സ് പ്രോട്ടീൻ പൗഡർ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാൻ ടൈം ആകുമ്പോഴത്തേക്ക് ഈവനിങ് വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നത്. വൈകിട്ട് നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ. കാടി ഒരുപാട് നേരം ചെയ്യത്തില്ല. കാരണം നോമ്പ് ടൈം ആയതുകൊണ്ട് നമ്മൾ കാടി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പം ഒരു 10 മിനിറ്റ് കാടി ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബോഡി എന്ന് വെച്ചാൽ ബൾക്കിങ്ങിൻ്റെ ഒരു സീസണാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. ബൾക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 7-8 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പം ഈ ഒരു നോമ്പ് ടൈമിൽ ഞാൻ ബൾക്കിങ്ങിൻ്റെ ആ ഒരു പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു കുറച്ച് അത്രയും ഫുഡ് അത്രയും കലോറിയും അത്രയും പ്രോട്ടീൻ എല്ലാം ബോഡിക്ക് കയറ്റി ഫാസ്റ്റിങ് ചെയ്തുകൊണ്ട് വർക്കൗട്ടും ചെയ്ത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. കാരണം ഓൾറെഡി ഞാൻ ബൾക്കിങ്ങിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്ത് പോയി. അതുകൊണ്ട് എനിക്ക് പാതി വഴിയിൽ നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഫോളോ ചെയ്യുന്നത്. ഒരു 90 ഡേയ്സ് ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത്. ബൾക്കിങ് കഴിഞ്ഞിട്ട് കട്ടിങ് ആണ്, ബോഡി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ബൾക്കിംഗ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സപ്ലിമെന്റ്സ് എല്ലാം എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഈ പറയുന്ന പോലെ നാച്ചുറൽ സ്ക്വാഡ് പറയുന്ന പോലെ വെള്ളവും ഫുഡും മാത്രം, പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് മാത്രം ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. വൈ പ്രോട്ടീൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ പുറകിലിരിക്കുന്ന പ്രീ വർക്കൗട്ട് എടുക്കുന്നുണ്ട്, ക്രിയാറ്റിൻ എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പം ഇതെല്ലാം ചെയ്താണ് മസിൽ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അത് വേറൊരു നഗ്ന സത്യമാണ്. അപ്പം ഇതൊന്നും ഇല്ലാതെ നാച്ചുറൽ ബോഡി ബിൽഡ് ചെയ്തെടുക്കാം. ബോഡി ബിൽഡിങ് ചെയ്യും, നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യാന്ന് പറഞ്ഞ് ഓൺലൈനിലൂടെ ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല. ഉള്ളതുപോലെ തുറന്നു പറയുക, അതാണ് എൻ്റെ പോളിസി. അപ്പം നിങ്ങൾ വൈകിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പാർട്സ് വെച്ച് ചെയ്യുക. ഞാനിപ്പം ചെയ്യുന്നത് അങ്ങനെയാണ്, ഒരു പാർട്സ് വെച്ച് ചെയ്യണം. ഡെയിലി 2 പാർട്സ് വെച്ച് ചെയ്യാനുള്ള എനർജി എനിക്കില്ല. അപ്പം നോമ്പായതുകൊണ്ട് ഒരു പാർട്സ് വെച്ചാണ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ ഒരു 4 വർക്കൗട്ട്, 4 ടൈപ്പ് വർക്കൗട്ട്. അത് ഒരു 4 സെറ്റ് 15, 12 മാക്സിമം റെപ്പ് എത്രത്തോളം പോകാൻ പറ്റുമോ 15 റെപ്പ് മാക്സിമം വെയിറ്റ് കൂട്ടി 15 റെപ്പ് വരെ മാക്സിമം അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഒരു 4 സെറ്റ് കൂട്ടുക. നിങ്ങൾ നിലവിൽ 3 സെറ്റാണെങ്കിൽ സെറ്റ് കൂട്ടി റെപ്പ് കൂട്ടി കളിക്കുക. ഒരു 4 ടൈപ്പ് വർക്കൗട്ടാണ് ഞാൻ എടുക്കുന്നത്. അത് നല്ല വർക്കൗട്ട്. വേസ്റ്റ് വർക്കൗട്ടൊന്നും നിങ്ങൾ എടുക്കല്ല. ഒരുപാട് ടൈപ്പിൽ വേസ്റ്റ് വർക്കൗട്ടുണ്ട്. അതൊന്നും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബെനിഫിറ്റ് കിട്ടത്തില്ല. അപ്പം ഈ ഒരു വർക്കൗട്ടാണ്. അതുപോലെ ഒരു മാസത്തെ വർക്കൗട്ട് പ്രോഗ്രാമിൻ്റെ അതേ ചാർട്ടായിരിക്കും. ഇപ്പം ഇന്നിപ്പോൾ എന്തായിരിക്കും ബൈസെപ്സിന് ചെയ്തത്, അത് തന്നെ ആയിരിക്കും അടുത്ത ആഴ്ചയും ചെയ്യുന്നത്. അതേ ടൈപ്പ് വർക്കൗട്ടായിരിക്കും ഈ ഒരു മാസം ഫുള്ള് ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത് നോമ്പ് ടൈമിൽ. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് മാറും, ചേഞ്ച് ആവും. സ്കോഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, വീഡിയോയ്ക്ക് വെക്കുമ്പോൾ ഇത് പിടിപ്പിക്കട്ടെ. ഇപ്പം നാച്ചുറൽ സ്കോഡ് ആരും ഒരു വീഡിയോ ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരുണിൻ്റെ വീഡിയോയിൽ ഇതുപോലെ പറയുന്നുണ്ട്, നമ്മളൊക്കെ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുക, അല്ലെങ്കിൽ കുത്തി കൊന്നു കളഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. ഒരു 2 വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒളിച്ചോടി പോകേണ്ട കാര്യമൊന്നുമില്ല, പേടിച്ച് മാറിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. കാരണം പലരെയും മുഖംമൂടികളൊക്കെ അഴിഞ്ഞു വീഴും. കാരണം ഈ സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു കുറേ ഹേറ്റേഴ്സ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു വീഡിയോ പോയതോടി കുറേ ആൾക്കാർക്ക്, അരുണിൻ്റെ ഫോളോവേഴ്സിന് തന്നെ കുറേ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പുള്ളിക്ക് ഹേറ്റേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കമൻറ്റ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ 2-4 കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. അപ്പം 2-4 ഒരുപാട് മിക്കുള്ള വീഡിയോയിലും കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്താ സംഭവം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ആര് പറയുന്നതാണ് ശരി, ആരെ അംഗീകരിക്കണം. ഇപ്പം നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ് ഇത് ചെയ്യുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ എന്തിനും ഓൺലൈൻ ഈ പ്രോഗ്രാമുകൾ പൈസയ്ക്ക് വെക്കണം. നാച്ചുറലായിട്ട് വലിയ ചിലവൊന്നും ഇല്ലല്ലോ. നാച്ചുറലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അവർ നാച്ചുറലായിട്ട് ഇപ്പം ഈ പറയുന്ന പോലെ മേഖലയിലോട്ട് ബോഡി ബിൽഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കാം. നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇതിലോട്ട് ഫിറ്റ്നസ്സിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ട്രെയിനിങ് ചെയ്യണം. ഫ്രീ ആയിട്ട് നമ്മളിപ്പോൾ സപ്ലിമെന്റ്സും ഇതൊക്കെ എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ചിലവാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഫ്രീ ആയിട്ട് ഓൺലൈൻ പ്രോഗ്രാം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം മെമ്പർഷിപ്പ് എടുക്കുന്നതും അതും ചപ്പും ചവറൊക്കെ നിങ്ങൾ ആരുടെ നീ ഫ്രീ ആയിട്ട് കൊടുക്കൂ, വലിയ ചിലവൊന്നും ഇല്ലല്ലോ. അപ്പം അവരെയും കൂടെ നീ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോവാ, അതല്ലേ വേണ്ടത്. ഞാനാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പം എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രോഗ്രാമിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ വയ്ക്കാം. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് ട്രെയിനിങ്ങും ഡയറ്റ് പ്രോഗ്രാമും ഇപ്പം അവർക്ക് വേണ്ടുന്നുള്ള കാര്യങ്ങളും വർക്കൗട്ടിൻ്റെ പ്രോഗ്രാം എല്ലാം ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാണ്. അതുപോലെ നിനക്ക് പറ്റൂ, ഞാൻ ചെയ്യാൻ പോവാണ്. ഞാൻ ഇപ്പം ഈ വീഡിയോക്കകത്ത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ കൊടുക്കാം. ഇത് ഫിറ്റ്നസ് ആയിക്കോട്ടെ, ബോഡി ബിൽഡിങ് ആയിക്കോട്ടെ, എന്ത് ഹെൽപ്പ് വേണമെന്നുള്ള ആൾക്കാരായാലും അതിൽ ജോയിൻ ചെയ്ത് മെസ്സേജ് ഇട്ടാൽ മതി, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഞാനത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാണ്. വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാം, ഗ്രൂപ്പ് നമ്പർ. ബോഡി ബിൽഡിങ് ആയിക്കോട്ടെ, ഫിറ്റ്നസ് ആയിക്കോട്ടെ, വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, എന്തിനും നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പർ വാട്സപ്പ് നമ്പറിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, മെസ്സേജ് ഇടുക. അതിന് എന്തിനും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഫ്രീ ആയിട്ട് അവരെ ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ട് അവരെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നാച്ചുറൽ സ്ക്വാഡ് എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം, വീഡിയോ കാണാം. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഈ മുസ്തഫീൻ സലീം ആവട്ടെ, യാസറിന് മാസ്റ്റർ ആവട്ടെ, ബെർണാ സോളമന, ഇവരുടെ തന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞാണ് അങ്ങോട്ട് കുത്തി കിട്ടുന്നത്. ഓക്കെ, ശരിയാണ്, നമ്മൾ അങ്ങോട്ട് വന്ന് ചൊറിഞ്ഞാണ്. കാരണം ഈ ആൾക്കാരെ ഇപ്പം ഈ പറഞ്ഞ പോലെ കുറെ വർഷം കൊണ്ട് പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുമല്ലേ. അതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കേട്ടോണ്ടിരിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ആൾക്കാരെ പൊട്ടന്മാരാക്കിയിട്ട്
അവർക്ക് ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ പോലെ പെയ്ഡായിട്ട് ഓൺലൈൻ മെമ്പർഷിപ്പും കൊടുത്ത് അവരെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കില്ലേ. അപ്പം അതിനെതിരെ നമ്മൾ പ്രതികരിച്ചു, ഞാൻ പ്രതികരിച്ചു. അതാണ് ഇവിടെ. അപ്പം വന്ന് പറഞ്ഞിട്ട് കുത്തല് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് മാറി നിന്നൊന്നുമല്ല, പിന്നെ വേണ്ട ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നെങ്കിൽ ജീവിച്ചു പോട്ടെന്ന് വിചാരിച്ചു. കാരണം ഈ ഓൺലൈൻ മെമ്പർഷിപ്പും ലൈവും അതും ഇതും അപ്പം അതിലെന്തെങ്കിലും അരി മേടിക്കാൻ വല്ലതും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ മാറിയുന്നത്. അല്ലാതെ അത് പൊളിച്ചെടുക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടല്ല, മുഖം മൂടി അഴിക്കാൻ എനിക്ക് അറിയാമെന്നുണ്ടല്ല, മുഖം മൂടി അഴിപ്പിക്കാൻ എനിക്ക് അറിയാം. കാരണം നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഈ ലോകം ഇപ്പം ജനിച്ച് വീഴുന്ന കൊച്ചു ഒരു പൊടി കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും പറയും നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് വളർച്ചയില്ലാത്ത പിള്ളേർക്ക് ഡോക്ടർമാർ സ്റ്റീറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ കുത്തിവയ്ക്കുന്നു? അവർക്ക് വളർച്ച കൊടുക്കാൻ ഇപ്പോൾ 2 മാസം 3 മാസം മുമ്പേ എന്തെങ്കിലും പ്രശ്നങ്ങളോട് പ്രസവിക്കുന്ന പിള്ളേർക്ക് ഡോക്ടർമാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മരുന്ന് സ്റ്റീറോയിഡ് കുത്തിവെച്ചിട്ടാണ് അവർക്ക് വളർച്ച ഉണ്ടാക്കുന്നത്, അവർ 2 മാസത്തെ വളർച്ച ഉണ്ടാക്കുന്നത്. അപ്പം നാച്ചുറലായിട്ട് അവരെ നീ ഒരു കാര്യം മനസ്സിലാക്കുക, നാച്ചുറലായിട്ട് നിനക്ക് അറിയാം, പക്ഷെ നീ നിന്റെ ഫോളോവേഴ്സിനെ പൊട്ടന്മാരാക്കുവാണ്. അത് വെച്ചിട്ട് നീ റീച്ച് ഉണ്ടാക്കുവാണ്, അതാണ് നീ ചെയ്യുന്നത്. അത് വെച്ച് നീ പൈസ ഉണ്ടാക്കുന്നത്. നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നിനക്കറിയാം. ബോഡി ബിൽഡ് ചെയ്തിട്ട് ബോഡി ഒരു ഷേപ്പ് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലെന്ന് നിനക്കറിയാം. പിന്നെ ഓരോ ചില ജനറ്റിക്സിൻ്റെ ഒരു ഇത് കൊണ്ടാണ് ചില ആൾക്കാർക്ക് ഒരു ബോഡി സ്ട്രക്ചർ, ഒരു ഫിറ്റ്നസ് ബോഡി ഈ പറയുന്ന പോലെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും അത് അവരൊരു ബോഡിയിൽ നിൽക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജനറ്റിക്സ് ആണ്. അല്ലാതെ അവർ ഈ പറഞ്ഞ പോലെ ജിമ്മിൽ ചെന്ന് നാച്ചുറലായിട്ട് ബോഡി വർക്കൗട്ട് ചെയ്തെടുക്കുന്നതല്ല. അതായത് മനസ്സിലായി, ഫിറ്റ്നസ് ബോഡി എന്ന് പറഞ്ഞാൽ എപ്പോഴും ബോഡി ഫിറ്റായി, വയറെല്ലാം ഫിറ്റായി സെറ്റായിട്ടിരിക്കും. അല്ലാതെ അവിടെ ഒരു ബോഡി ബിൽഡിംഗ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാച്ചുറൽ ആണെങ്കിൽ അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. നാച്ചുറലായിട്ട് നീ ഒരു 10 കൊല്ലം നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 10 കൊല്ലം നീ ഈ ചാനലിൽ വന്ന് ഇങ്ങനെ പറഞ്ഞാൽ പോലും നിന്റെ ഒരു ഫോളോവേഴ്സ് പോലും 10 വർഷം കൊണ്ട് നിന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും നാച്ചുറലായിട്ടൊരു ബോഡി പോയിട്ട് അവിടെ ഒരു ഷേപ്പ് പോലും ബിൽഡ് ചെയ്യാൻ പോകുന്നില്ല. അത് നീ മനസ്സിലായി, നിനക്കറിയാം. പക്ഷെ നീ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീയാണ് ഇപ്പോൾ ആൾക്കാരെ ചീറ്റ് ചെയ്യുന്നത്. ഞാനത് ഓപ്പണായിട്ട് തുറന്നു പറയുവാണ്. നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കോമ്പറ്റീഷൻ ഇറങ്ങുന്നത്. അതാണ് പറയുന്നത്, ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു അപകടം പിടിച്ചൊരു സ്പോർട്സാന്ന് പറയുന്നത്. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അപകടം പിടിച്ചൊരു സ്പോർട്സാണ്. അതിൽ ചിലപ്പം അത് പല ഇഞ്ചുറീസ് ഉണ്ടാവാം. ഈ പറയുന്ന പോലെ മെഡിസിനും സ്റ്റെറോയിഡ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടായിക്കൂടുന്നില്ല, ഉണ്ടാവാം, ഉണ്ടായിട്ടുള്ളവരും ഉണ്ട്. ഈ പറയുന്ന എല്ലാത്തിനും ഒരു പോസിറ്റീവും ഉണ്ട്, ഒരു നെഗറ്റീവും ഉണ്ട്. നമ്മളിപ്പോൾ നെഗറ്റീവ് മാത്രം ഇപ്പം നെറ്റിൽ കയറിയിട്ട് ഒരു കാര്യത്തിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ടൈം കാണൂ. നെഗറ്റീവ് മാത്രം നോക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ഇപ്പം വെറുതെ നടക്കുന്ന ആരും ബോഡി ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സപ്ലിമെന്റ്സ് ഒന്നും വാരി തിന്നാൻ പോകുന്നില്ല. ഇതിന് കോമ്പറ്റീഷൻ, ഇപ്പം മത്സരിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ, കോമ്പറ്റീഷൻ ഇറങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാർ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇപ്പം ഈ വേൾഡിൽ മൊത്തം ഇത് നടക്കുന്നെങ്കിൽ പിന്നെ എന്താണ് നിനക്ക് കുഴപ്പം? വേൾഡിൽ മൊത്തം നടക്കുന്നുണ്ട്. ഞാൻ ബോഡി ബിൽഡേഴ്സിനെ അല്ല എതിർക്കുന്നേ, ഞാൻ നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിനെ എതിർക്കുന്നില്ലല്ലോ. നാച്ചുറൽ ആയിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്തോ, ഒരു കാര്യം മനസ്സിലാക്കുക, അതാണ് ബോഡി ബിൽഡിംഗ്. വരുമാനം കിട്ടും. എനിക്ക് എതിർപ്പില്ല ബോഡി ബിൽഡിങ്ങിൽ ഡ്രഗ്സ് കൂത്തിക്കേറ്റുന്നതാണ് നിനക്ക് എതിർപ്പെന്ന് പറഞ്ഞില്ലേ. അതാണ് ബോഡി ബിൽഡിങ്. അല്ലാതെ ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. നീ ആദ്യം അത് മനസ്സിലാക്ക്. നീ ഇങ്ങനെ ഫോളോവേഴ്സിനെ പൊട്ടനാക്കാരി. അത് നിനക്കും അറിയാം. ഇത്രയും അറിയുന്ന ലോക കാര്യങ്ങൾ അറിയാമെന്ന് നിനക്ക് ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ, ഇത്രയും ലോക കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്ന നീ എന്തുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് നീ ഇതിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം നീ നിന്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നില്ല? പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അന്ന് അവർ അൺസബ് ചെയ്ത് പോകുന്നത് നിനക്കറിയാം. നിന്റെ ഒരു വീഡിയോ പോലും കാണത്തില്ലെന്നറിയാം. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ സപ്ലിമെന്റ്സും ഇതെല്ലാം കൂടെ ചേർത്താണ് ബോഡി ബിൽഡ് ചെയ്യുന്നത്. മെഡിസിനും ഡ്രഗ്സ് ഇതെല്ലാം കൂടെ യൂസ് ചെയ്ത്, അല്ലാതെ ഒരുത്തനും ഇനി കിടന്ന് പരിശ്രമിച്ചാൽ പോലും ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു സത്യം. അതാണ് മനസ്സിലാക്കുന്നത്. നിനക്കറിയാം, പക്ഷേ എനിക്കറിയാം നിനക്കറിയാമെന്ന്. പക്ഷേ നിന്റെ നിലപാട് മാറ്റി പറഞ്ഞാൽ നിന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നിന്നെ ആൻസർ ചെയ്ത് അവർ പോകുന്നു. നിനക്ക് നല്ല രീതിയിലുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് നീ അത് മാറ്റി പറയാത്തത്. ഓക്കെ, ഇത് യാസറിന് കൊടുത്തൊരു മറുപടിയാണ്. പക്ഷെ അതിനകത്ത് എൻ്റെ പേരും കൂടെ വലിച്ചിട്ടുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പം വീഡിയോ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചത്. കാരണം എന്തിനാ വെറുതെ മോമൂടിയൊക്കെ അഴിച്ച് പാവം അരി മേടിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓൺലൈൻ പ്രോഗ്രാമുകളൊക്കെ നാച്ചുറലായിട്ട് ഇനി 10 കൊല്ലം 15 കൊല്ലമൊക്കെ ആണെങ്കിലേക്ക്
പുള്ളി ട്രെയിൻ ചെയ്തിട്ട് കുറച്ച് പൈസ മേടിക്കുന്നതിനെ മേടിച്ചോട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാഞ്ഞത്. കാരണം ഒരു 5 കൊല്ലമാകുമ്പോൾ എങ്ങനെയാലും ആൾക്കാർ മടുത്തിട്ട് പാട്ടിന് പോകും. പിന്നെ പുള്ളിയുടെ മെമ്പർഷിപ്പ് കുന്തോന്ന് എടുക്കാൻ പറ്റും. പുള്ളി ചിലപ്പം പറയാം 5 വർഷം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബോഡി ഉണ്ടാക്കി തരാമെന്ന് പറയും. പിന്നെ 5 വർഷം പോയിട്ടൊരു 1 വർഷം പോലും മെമ്പർഷിപ്പ് ഇതിൽ കണ്ടിന്യൂ ചെയ്യത്തില്ല. ഓക്കെ, അതുകൊണ്ട് അതുവരെയെങ്കിലും ഒന്ന് അരി മേടിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാഞ്ഞത്. പക്ഷേ ഇതില് പുള്ളി പറഞ്ഞ വീഡിയോ നമ്മൾ ഇതിലെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്ത ഉടനെ വാലും ചുരുട്ടി നമ്മളങ്ങ് പോയെന്നുള്ള വിചാരമാണ് പുള്ളി. പക്ഷെ പോയിട്ടില്ല, വീഡിയോ എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഇപ്പം വീണ്ടും ഇത് ഈ ഒരു വീഡിയോക്കകത്തത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോ യാസറിന് കൊടുത്ത മറുപടിയാണ് നിൽക്കുന്നത്. നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്തോളൂ. നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ അന്ന് തൊട്ടുള്ള വീഡിയോ, ഇതുവരെയുള്ള വീഡിയോ, ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഏതൊരു പൊട്ടനും, അത് കേൾക്കുന്ന പൊട്ടനും മനസ്സിലാവുന്നതാണ്, അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ ഇതൊക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് ബോഡി ബിൽഡർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബോഡി ബിൽഡറിനെ കുറ്റം പറയുന്നില്ല, പിന്നെ എന്തിനാ ബോഡി ബിൽഡറിനെ കുറ്റം? ആദ്യം ഇതിനു മുമ്പ് ഒരു വീഡിയോക്കകത്ത് പറഞ്ഞല്ലോ, എന്താണ് ഇവന്മാർക്കൊന്നും ഐക്യമില്ലാത്തതുകൊണ്ടാണ് ഇവർ കുത്തി ബോഡി ബിൽഡിങ് ചെയ്ത് വെച്ചേക്കുന്നത്. അതല്ലെങ്കിൽ ഇവർക്ക് ബുദ്ധിയില്ല, അതുപോലെ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് സപ്ലിമെന്റ്സും ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് കുത്തുന്നത്. അന്നേരം ബോഡി ബിൽഡേഴ്സിനല്ലേ കുറ്റപ്പെടുത്തിയത്. ഇപ്പം പറയുന്നത് ഞാൻ ബോഡി ബിൽഡേഴ്സിനല്ല കുറ്റപ്പെടുത്തിയത്. ഇതൊക്കെ ഉപയോഗിച്ച് ബിൽഡ് ചെയ്ത് വെക്കുന്ന ആൾക്കാരെയാണ് ബോഡി ബിൽഡർ എന്ന് പറയുന്നത്, ബോഡി ബിൽഡേഴ്സ് എന്ന് വിളിക്കുന്നത്. നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരെങ്ങനെ ബോഡി ബിൽഡർമാരെന്ന് വിളിക്കുന്നത്? അവരൊരു ഫിറ്റ്നസ് മോഡലെന്നും അതുപോലെ ഒരു ഫിറ്റ്നസ് ഐക്കണെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലാതെ ബോഡി ബിൽഡേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. ബോഡി ബിൽഡേഴ്സ് എന്ന് പറയണമെങ്കിൽ അവർക്ക് നല്ല ബോഡി വേണം. ബിൽഡിങ് അവർ നല്ല ഷോൾഡർ, ട്രാപ്സ്, ബൈസെപ്സ്, ട്രൈസെപ്സ് ഇതൊക്കെ ഉള്ള ആളെയാണ് ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ ബീറ്റുകളുടെ അടുത്ത് എൻ്റെ യവന്മാരുടെ അടുത്ത് തെളിയിക്കാൻ വേണ്ടി എൻ്റെ ആരോഗ്യം കളഞ്ഞ് എനിക്ക് ഫേക്ക് മസിൽ ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ എന്തായാലും ഇപ്പൊ ഉള്ളൊരു ഡയറ്റ് ചെയ്ത് ഞാൻ ഇപ്പൊ എന്റെ ബോഡി കണ്ടല്ലോ, ഇതാണ് നമ്പർ 1 ബീറ്റ് നീയാണ്. നീ പറയുന്നല്ലോ, നീ ഈ ബോഡി നീ കാണിക്കുന്നല്ലോ. ഞാൻ പറയുന്നത് നിന്റെ ഇത് നാച്ചുറൽ ബോഡി അല്ല. നീ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മേഖലയിൽ നിൽക്കുന്നുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വേണമെങ്കിൽ ഞാൻ പറയുവാണ്, ഞാൻ നിന്റെ മുഖംമൂടി അഴിച്ച് ഞാൻ സംസാരിക്കുവാണ്. ഇത് കാണുന്ന നിന്റെ ഫോളോവേഴ്സ് ഉൾപ്പെടെ നിന്നെ വിലയിരുത്തട്ടെ. നിന്റെ ഈ ബോഡി നാച്ചുറൽ അല്ല. ഇത് നീ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്, ഫിഷ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, നീ മൾട്ടി വിറ്റാമിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്ത് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, നീ പുറകിലൂടെ ഈ വീഡിയോ ഓഫ് ചെയ്തിട്ട് പുറകിലൂടെ പോയി ഇഞ്ചക്ഷനും ചെയ്തിട്ട് ഷോട്ടും കൂടെ അടിച്ചിട്ടാണ് നീ ജിമ്മിൽ പോയി വർക്കൗട്ട്. ചിലപ്പോൾ നീ ജിമ്മിനെതിരാന്നാ പറയുന്നത്. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് സപ്ലിമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ നീ ഈ ഒരു ഷേപ്പ് പോലും, ബോഡിയുടെ സ്ട്രക്ചർ പോലും, ഇത്രയും ഒരു ഷേപ്പ് പോലും കിട്ടത്തില്ല. ഇത് ജനറ്റിക്സ് അല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. നീ ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരുന്ന് നിന്റെ ഫോളോവേഴ്സിനെ പറ്റിക്കുന്നത്. നീയാണ് നമ്പർ 1 ബീറ്റ. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇത് വീഡിയോ കാണുന്നത്, ഇതിലേതാ സത്യം, അല്ലെങ്കിൽ ഇതിൽ ആര് പറയുന്നതാണ് സത്യം, ഇതിൽ ആരാണ് ഫോളോവേഴ്സിനെ പറ്റിക്കുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം ആദ്യം ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ഇനി എത്ര വർഷം നിങ്ങൾ വിചാരിച്ചാലും നടക്കുന്ന കേസല്ല. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പോർട്സ് ആണ്. അതിൽ ഈ പറയുന്ന ഡ്രഗ്സ് അതിനെ പ്രൊമോട്ട് ചെയ്യുമല്ല, അതിലോട്ട് പോകേണ്ട ആൾക്കാർക്ക് പോവാം. അപ്പോൾ അവസാനം വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഞാൻ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. നിങ്ങളെ ഡൗട്ട്സും കാര്യങ്ങളും, അതുപോലെ നിങ്ങളെ ഫിറ്റ്നസിനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഓരോ പ്രോഗ്രാം, അതുപോലെ വർക്കൗട്ട് പ്രോഗ്രാം, വെയിറ്റ് ഗെയിനിങ്, വെയിറ്റ് ലോസ്, ബോഡി ബിൽഡിങ്, ഡയറ്റ്, അത് ഇത് എന്ന് വേണ്ട ഈ മേഖലയായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാനാണ്. സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. നിങ്ങൾ